സാമൂതിരി രാജാക്കന്മാരുടെ സ്ഥാനാരോഹണത്തിന്റെയും ഹിരണ്യഗർഭത്തിന്റെയും ചടങ്ങുകളിൽ തലമുറകളായി വരിക്കാശ്ശേരി ഇല്ലക്കാർക്ക് പ്രത്യേക സ്ഥാനം ലഭിച്ചിരുന്നു എന്ന് നാം കണ്ടുവല്ലോ. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും മലബാറിന്റെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സംഭവ വികാസങ്ങളിൽ വരിക്കാശ്ശേരിക്കാർ അധികം ഇടപെട്ടിട്ടുള്ളതായി കാണുന്നില്ല. എങ്കിലും ഈ ഇല്ലവുമായി കുറച്ചെങ്കിലും ബന്ധമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മലബാർ കലാപവും ക്ഷേത്രപ്രവേശനവും. എന്നാൽ ഇവരറിയാതെ തന്നെ ഇവരുടെ ജീവിതഗതിയെ മാറ്റിമറിച്ച ഒരു സംഭവമാണ് കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം 1970 മുതൽ നടപ്പിലായത്. ഇക്കാര്യങ്ങളെപ്പറ്റി ചെറുതായെങ്കിലും പരാമർശിക്കാതെ പോകുന്നത് ഉചിതമല്ലല്ലോ. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും മലബാർ ഉൾനാടൻ സമൂഹം നിരന്തരം ഇളകിമറിയുന്ന ഒരവസ്ഥയിലായിരുന്നു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലോ കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റിലോ ഒന്നും വരിക്കാശ്ശേരി പ്രത്യേക താല്പര്യമെടുത്തതായി കാണുന്നില്ല. മനയുടെ മതിൽക്കെട്ടിനുള്ളിൽ തന്നെയായിരുന്നു അവരുടെ ജീവിതം മുഴുവൻ. പാട്ടം കിട്ടുന്ന കാശുകൊണ്ടുള്ള സുഖലോലഭ ജീവിതം. അക്കാലത്തെ മറ്റു പ്രഭുക്കന്മാരെ പോലെ തന്നെ വരിക്കാശ്ശേരി ഇല്ലക്കാരുടെ അമ്മാവൻ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കറകളഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായിരുന്നു അദ്ദേഹം. മഞ്ചേരിയിലെത്തുമ്പോൾ ഞങ്ങളുടെ വലിയച്ഛൻ രാവുണ്ണി എഴുത്തച്ഛനെ കാണുവാൻ വീട്ടിൽ വരുമായിരുന്നു. വലിയച്ഛന്റെ സ്വാതന്ത്ര്യ സമര പെൻഷൻ എന്നും വല്യമ്മയ്ക്ക് ലഭിക്കുന്നുണ്ട്. മാതൃഭൂമിയുടെ ആദ്യകാല സാമ്പത്തിക പ്രശ്നങ്ങളിൽ വരിക്കാശ്ശേരിക്കാർ കൂറൂർ നീലകണ്ഠൻ നമ്പൂതിരി വഴി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ചെറുതുരുത്തിയിലെ കലാമണ്ഡലം, കേരള സമാജം ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട്, പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കെട്ടിടം, അമ്പലങ്ങളുടെ ജീർണോദ്ധാരണം, തണ്ണീർ പന്തലുണ്ടാക്കാൻ ഇതിനൊക്കെ കൈവച്ച് സഹായിച്ചിരിക്കുന്നു. മനുഷ്യരിക്കാർക്കുള്ള ആദ്യത്തെ സ്കൂളും വരിക്കാശ്ശേരി ഇല്ലമാണ് തുടങ്ങിയത്. അമ്മ ടീച്ചറായി കുറച്ചുകാലം ജോലി ചെയ്തിരുന്നു. 2 കുട്ടികളായപ്പോൾ അമ്മ ജോലി രാജിവെച്ച് പകരം വന്ന CB ലക്ഷ്മിയമ്മ ടീച്ചർ ഞങ്ങളുടെ തറവാട്ടിലെ എല്ലാ കുട്ടികളുടെയും ആദ്യ ഗുരുനാഥിയായി മാറി. സ്കൂൾ ബ്രാഹ്മണ ബാലന്മാർക്കായി ആദ്യം തുടങ്ങിയത് കുളപ്പുര വരാന്തയിലാണ്. വാര്യന്മാർ വന്നപ്പോൾ കുളപ്പുര മുകൾ തളത്തിൽ, നായന്മാർ കൂടി വന്നപ്പോൾ ക്ഷേത്രം അഗ്രശാലയിൽ. പിന്നീടാണ് ഇന്നത്തെ സ്കൂളായി മാറിയത്. ഈ സ്കൂൾ 2012-ൽ ശതാബ്ദി ആഘോഷങ്ങൾ വളരെ ഗംഭീരമായി നടത്തുകയുണ്ടായി. 1921-ൽ ഒറ്റപ്പാലത്ത് വെച്ച് തന്ന മലബാറിലെ കേരള പ്രൊവിഷ്യൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൾ കേരള പൊളിറ്റിക്കൽ കോൺഫറൻസ് നടന്നു. കോൺഗ്രസ് കമ്മിറ്റികളുടെയും ഖിലാഫത്ത് കമ്മിറ്റികളുടെയും രൂപീകൃതമായതോടെ ദേശീയ പ്രസ്ഥാനം കൂടുതൽ കരുത്തു നേടി. പോലീസും പട്ടാളവുമൊക്കെ സർക്കാർ ചെറുത്തുനിന്നതോടെ മലബാറിലെ ഖിലാഫത്ത് ലഹള ശക്തി പ്രാപിച്ചു. 1921 ഒക്ടോബർ മധ്യമായപ്പോഴേക്കും ഈ കലാപം ഗവൺമെന്റിനെതിരായി. മാത്രമല്ല ഹിന്ദുക്കൾക്കെതിരായി മാറിയെന്നും 1836-നും 1853-നും ഇടയ്ക്ക് 22-ൽ പരം എണ്ണം ഏറനാട് താലൂക്കിൽ നടന്നിട്ടുണ്ടെന്നും കൂടി പറയുമ്പോൾ വിജ്ഞാനകോശ ആഭാലി മലബാർ കലാപത്തിന്റെ സാമാന്യ രൂപമായി മാറിയത്. 1921 നവംബർ 10-ലെ വാഗൺ ട്രജഡിയിലെ കലാപത്തെ അമർച്ച ചെയ്യുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉപയോഗിച്ച ഏറ്റവും പൈശാചിക നടപടി അതിനുദാഹരണമാണ്. KN പണിക്കരുടെ മലബാർ കലാപത്തിൽ 1921-ലെ പ്രധാന കാലപ്രദേശങ്ങളിൽ ഒറ്റപ്പാലവും വാണിയംകുളവും പെടുന്നു എന്ന് കാണാം. ഖിലാഫത്ത് ലഹളയിലും വസ്തുകരം കൂട്ടിയതിനും ഭൂമി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിലും മറ്റും വരിക്കാശ്ശേരിയിലൊക്കെ പൊതുവെ കാഴ്ചക്കാരായി നിന്നിരുന്നതേയുള്ളൂ എന്ന് വേണം ഊഹിക്കുവാൻ. ഈ 2 പ്രശ്നങ്ങളിലും എതിർപ്പെടുന്നവരായിരുന്നു ഹിന്ദു, പ്രത്യേകിച്ച് നമ്പൂതിരി ജന്മിമാർ. എന്നാലും മാപ്പിള ലഹളക്കാലത്ത് അഗതി സംരക്ഷണത്തിന് വരിക്കാശ്ശേരി ഇല്ലം പരമാവധി സേവനം കാഴ്ചവെച്ചു. മലബാർ റിലീഫ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി സാമൂതിരിയെയാണ് മലബാർ ജില്ലാ കളക്ടർ EF തോമസ് നിയോഗിച്ചത്. പ്രായാധിക്യത്താലും മറ്റ് സജീവ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ തനിക്ക് കഴിയില്ലെങ്കിലും എല്ലാ സഹായങ്ങളും സാമൂതിരി വാഗ്ദാനം ചെയ്തു. കോഴിക്കോട്, ആലക്കാടും മലപ്പുറത്തും കവളപ്പാറയിലുമാണ് ദിവസേന ആശ്രയം തേടി വരുന്ന അഗതികൾ കൂടുതലുണ്ടായിരുന്നത്. കവളപ്പാറ മൂപ്പിൽ നായർ സംരക്ഷണം നൽകുന്ന അഗതികളിൽ ഭൂരിഭാഗവും വരിക്കാശ്ശേരി മനയിലാണ് ഭക്ഷണവും താമസവുമായി കൂടിയത്. മാപ്പിള ലഹള അടിച്ചമർത്തപ്പെട്ടതിനു ശേഷം പിന്നീട് 1930-ൽ മദ്യഷാപ്പ് നിരോധനവും വിദേശ വസ്ത്ര നിരാകരണവുമൊക്കെയായി മലബാർ വീണ്ടും ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി. പിന്നീടാണ് തൊട്ടുകൂടായ്മ പ്രശ്നവും അമ്പലപ്രവേശനവും സജീവമായത്. ഗുരുവായൂർ ക്ഷേത്രത്തിനു മുന്നിൽ നിരാഹാര സത്യാഗ്രഹവുമൊക്കെയായി സമരം മുന്നേറിയപ്പോൾ സാമൂതിരിയുടെ നിലപാട് ഹിന്ദു റിലീജിയസ് എൻഡോവ്മെന്റ് ആക്ട് എന്ന പ്രകാരം മാത്രമേ നടക്കുവാൻ നിർവാഹമുള്ളൂവെന്നും തൊട്ടുകൂടാത്തവർക്ക് അമ്പലം തുറന്നു കൊടുക്കുവാൻ സാധിക്കുകയില്ലെന്നുമായിരുന്നു. എന്നിരുന്നാലും ഗുരുവായൂർ സത്യാഗ്രഹം സംബന്ധമായ നാമ്പൂതിരിപ്പാട് ചില ആലോചനകളൊക്കെ നടത്തിയിരുന്നു. 1932 ഒക്ടോബർ 24-ാം തീയതി അദ്ദേഹം ഒരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തി. പൊതുജനങ്ങളിൽ നിന്നായിരുന്നില്ല, പ്രമാണിമാരായ ചിലരിൽ നിന്ന്. ഇത്തരം 50 പേർക്ക് തമ്പുരാൻ ഒരു ചോദ്യാവലി അയച്ചു. അവരെല്ലാവരും മറുപടി അയച്ചു.
വരിക്കാമഞ്ചേരി നാരായണൻ നമ്പൂതിരി, കവളപ്പാറ മൂപ്പിൽ നായരും ആ 50-ൽ പെട്ടിട്ടുണ്ട്. നിലമ്പൂർ രാജയും പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയും അനക്കൂലി ചെയ്തതായി പറയുന്നുണ്ട്. പക്ഷേ വരിക്കാശ്ശേരി ഇല്ലക്കാർ വളരെ കാലങ്ങളായി ഗുരുവായൂരിൽ പോയി തൊഴാറില്ല. ഇതിനെപ്പറ്റി ഒരു കുഞ്ഞിക്കഥ കൂടി കേൾക്കാം. വരിക്കാശ്ശേരിയിലെ മുൻധർമ്മല തലമുറയിലെ ഒരു മുത്തച്ഛൻ എല്ലാ 30 തിങ്കളാഴ്ചകളിലും അന്നത്തെ ദീർഘം പിടിച്ച വഴിയിലൂടെ കുതിരവണ്ടിയിൽ ഗുരുവായൂരിലേക്ക് തൊഴുവാൻ പോയിരുന്നു. 40-ലധികം വർഷങ്ങൾ. മുത്തച്ഛന് വല്ലാതെ വയസ്സായപ്പോൾ തൊഴുവാൻ പോലും വയ്യാതെ. ഒരു ദിവസം മുത്തച്ഛനൊരു സ്വപ്നം. അങ്ങോട്ട് വരേണ്ടതില്ല, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. പിന്നീട് ആ മുത്തച്ഛനും അതിൻ്റെ അടുത്ത തലമുറകളിലുള്ളവരും ഗുരുവായൂരിൽ പോയി പ്രാർത്ഥിച്ചിട്ടേയില്ല. ഇതോടൊപ്പം തന്നെ ഇന്ത്യ ഒട്ടാകെ കൃഷിഭൂമിക്ക് വേണ്ടിയും ജന്മിത്വത്തിൻ്റെ മേൽക്കോയ്മക്കെതിരെയും മുറവിളി ഉയർന്നു. ജന്മികളാണെങ്കിൽ നേരിട്ട് കൃഷി നടത്തിയിരുന്നില്ല. അവരുടെ ഭൂമി കണക്കാർക്കും വേറെ പാട്ടക്കാർക്കും പാട്ടത്തിന് നൽകി. കണക്കാരാവട്ടെ അവരുടെ കാണം സ്ഥലം വെറും പാട്ടക്കാർക്ക് പാട്ടത്തിന് നൽകി. വാടക വാങ്ങി ജന്മിക്ക് നൽകുന്ന മധ്യവർത്തികളായിരുന്നു. കൃഷിഭൂമിയുടെ വലിയൊരു പങ്കും ജന്മിമാരുടെ കൈവശം തന്നെയായിരുന്നു. കാർഷിക രംഗത്തും സാമൂഹിക രംഗത്തും അതുവരെ നിലനിന്നിരുന്ന സംവിധാനത്തിൽ അടിസ്ഥാനപരമായി തന്നെ ചില വൻ മാറ്റങ്ങൾ അഥവാ പൊളിച്ചെഴുത്തുകൾ അത്യാവശ്യമായി. ഇന്ത്യ ഗവൺമെന്റും തന്നെ ഭൂമിയുടെ അവകാശങ്ങളിൽ നിന്ന് ഇടനിലക്കാരെ ഒഴിവാക്കി. കൃഷിഭൂമി കർഷകർക്ക് നൽകുവാനും ഓരോരുത്തരുടെയും ഉടമസ്ഥാവകാശത്തിന് പരിധി നിർണ്ണയിക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 1957 ഏപ്രിൽ EMSന്റെ നേതൃത്വത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രി KR ഗൗരി ഡിസംബറിൽ തന്നെ കേരള കാർഷിക ബന്ധ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. പിന്നീടുണ്ടായ വിമോചന സമരവും കോൺഗ്രസ് PSP കൂട്ടസ് മന്ത്രിസഭയും എല്ലാവുമായി 1964 ഒന്നാം നിയമമായി കേരള ഭൂപരിഷ്കരണ നിയമം നടപ്പിൽ വന്നത്. വീണ്ടും 1964 R ഗൗരി റവന്യൂ മന്ത്രിയായതോടെ സാമഗ്ര ഭേദഗതികളോട് 1969 എല്ലാ വകുപ്പുകളെയും ഒറ്റയടിക്ക് 1970 ജനുവരി 1-ാം തീയതി നടപ്പിൽ വരുത്തിക്കൊണ്ട് ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്നത്തെ തലമുറയുടെ കാലം വന്നതോടെ നമ്പൂതിരി സമുദായത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഇംഗ്ലീഷ് പഠിച്ചാലുള്ള ഭ്രഷ്ട് നീങ്ങി. വൈദികന്റെയും സ്മാർത്തന്റെയും സ്വേച്ഛാർണവം ഉണ്ടായിരുന്നതിനെ നശിപ്പിച്ചു. നമ്പൂതിരിക നിഷ്ഠന്മാർക്ക് സ്വജാതീയ വിവാഹമുണ്ടായിരുന്നില്ല. അതിനെ സ്ഥാപിച്ചു കഴിഞ്ഞു. കാരണവന്മാരുടെ ദുർഭരണങ്ങളെ നിയന്ത്രിച്ചു. മലബാറിൽ ആഹോളാരി ഭാഗത്തിനുള്ള അവകാശ നിയമം മൂലം സ്ഥാപിച്ചു. വൃദ്ധവിവാഹത്തിൻ്റെയും ബഹുഭാരിത്വത്തിൻ്റെയും കൈക്ക് വിലങ്ങ് വെച്ചു. അന്തർജനങ്ങളുടെ സ്വതന്ത്രമായ വളർച്ചയ്ക്ക് പ്രതിബന്ധമായിരുന്ന ഘോഷ സമ്പ്രദായത്തെ ചീന്തിക്കളഞ്ഞു. ഭ്രഷ്ടർ ആണെന്ന് പറയപ്പെടുന്നവരുമായി സഹകരിച്ചു തുടങ്ങി. വിധവയ്ക്കും വിവാഹമാകാമെന്ന് കാണിച്ചു. ആബീജതയാ വഴക്കുകളും ഐത്തെഴുത്തും അമ്പേ കയറ്റി. നമ്പൂതിരി ബില്ലിനെ അനുകൂലിച്ചുകൊണ്ട് പാർവതി നെന്മംഗലം കൊച്ചി നിയമസഭയിൽ ചെയ്ത പ്രസംഗം ബ്രാഹ്മണ അന്തർജനങ്ങളുടെ പരമദയനീയമായ സ്ഥിതി തുറന്നു കാണിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറക്കാരെല്ലാം തന്നെ നമ്പൂതിരി വിധിപ്രകാരവും വേദവും ഒത്തുമൊക്കെ പഠിച്ചിരുന്നുവെങ്കിലും കോളേജ് വിദ്യാഭ്യാസവും നേടിയതും. അവരിൽ ചിലർ വളരെ ആത്മവിശ്വാസത്തോടെ പുതിയ കൃഷി സമ്പ്രദായങ്ങൾ പരീക്ഷിച്ചു നോക്കി. റബ്ബർ കൃഷി തുടങ്ങി. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഡയറി ഫാം നടത്തി. പാൽ വിതരണം മാത്രമായിരുന്നില്ല, നല്ല ഇനം വിത്തുകാളുകളെ വിദേശത്തു നിന്ന് പോലും വരുത്തി. നാടൻ പശുക്കളിൽ ബീജസങ്കല്പന നടത്താനായി 300ഓളം പശുക്കളുണ്ടായിരുന്നു. വെള്ളം ചേർക്കാതെ പാൽ ഒറ്റപ്പാലത്തും പരിസരത്തും വളരെ സമയനിഷ്ഠയോടെ വിതരണം നടത്തിയിരുന്നു. 500 ആടുകളും 300 കോഴികളും അച്ഛൻ തമ്പുരാനും മൃഗങ്ങളോടുള്ള സ്നേഹം മക്കൾ ബിസിനസ്സിലേക്ക് ഉപയോഗിച്ചു. പക്ഷേ പുതിയ പരിഷ്കാര പദ്ധതികളൊന്നും തന്നെ വിജയിച്ചില്ല. മുരളിയുടെ കോവിലകങ്ങളും കൊട്ടാരങ്ങളിലും കേട്ട പൂമുള്ള തമ്പുരാന്റെ വാക്കുകൾ വരിക്കാശ്ശേരി തമ്പുരാന്മാരെ സംബന്ധിച്ചിടത്തോളം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ബിസിനസ് ചെയ്യാൻ പറ്റിയതല്ല ഈ നമ്പൂതിരിത്വം. നമ്പൂതിരി ബിസിനസ് ചെയ്താൽ പൊളിയും. ബാധ്യതകളൊക്കെ വർദ്ധിക്കുകയും ചെയ്തു. ഭേദവും മൂത്തവും പഠിച്ചു. കാര്യസ്ഥന്മാരും പാട്ടക്കാരും വഴി മാത്രം കാര്യങ്ങൾ നടത്തിയുള്ള പാരമ്പര്യം. 3-4 സഹോദരന്മാർ ചേർന്നുള്ള മുതൽ മുടക്കും മാനേജ്മെന്റും കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ താത്വികമായ പരിജ്ഞാനവും ഉണ്ടെങ്കിലും പ്രായോഗികമായ വിവരക്കുറവും. സഹോദരന്മാർ തമ്മിൽ പിന്നീടുണ്ടായ സ്വരച്ചേർച്ച ഇല്ലായ്മ, അഭിപ്രായ വ്യത്യാസം, ഒരുപാട് ജോലിക്കാർ, എല്ലാം കൂടി പ്രതീക്ഷിത പോലെയൊന്നും നടന്നില്ല. ജന്മം കിട്ടിയിരുന്ന ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് പകരമാണ് ഇത്തരം നൂതന സംരംഭങ്ങളിലേക്ക് അവർ ഇറങ്ങിയത്. മുതൽ മുടക്കിനായി സ്വയം കൃഷി ചെയ്തിരുന്ന ഭൂമി വിറ്റുപോയിരുന്നു. അക്കാലത്താണെങ്കിൽ ഭൂമിക്ക് ഇന്നത്തെ വിലയില്ല. ഇല്ലത്തേക്കുള്ള കുടിയാന്മാർ വഴിയിലുള്ള വരവ് നിൽക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകളായ ജീവിത രീതിയിലൂടെ രക്തവലിഞ്ഞു ചേർന്ന രീതികൾ, പാലിച്ചു പോകുന്ന സമ്പ്രദായം, ചിട്ടകൾ, പണത്തിന്റെ വരവിൽ നിന്നെങ്കിലും ഇതെല്ലാം ഒരു ദിവസം മാറ്റിയെടുക്കുവാനാകുമോ? കയ്യിലുള്ള ഭൂമിയും അങ്ങനെ കുറേ വിറ്റുപോയി. കേസും കൂട്ടവുമായി കോടതികളിലും വക്കീലന്മാർക്കും കുറേ പണമൊഴി. ഈ പരാജയങ്ങൾക്കിടയ്ക്ക് ഭൂപരിഷ്കരണ നിയമവും കേരള വന നിയമവും വന്നത് വരിക്കാശ്ശേരിക്ക് ഓർക്കാപ്പുറത്തുള്ള ഒരു അടിയായി. പാലക്കാടൻ മണ്ണ് കമ്മ്യൂണിസത്തിന് തഴച്ചു വളരുവാനുള്ള വളക്കൂറ് മണ്ണായിരുന്നു. പോരാത്തതിന് എവിടെ നോക്കിയാലും ചെങ്ങമ്പുഴയുടെ വാഴക്കുല കവിതാരവും അതിൻ്റെ നൃത്താവിഷ്കാരങ്ങളും.
അക്കാലത്ത് സാധാരണക്കാരുടെ കരുത്ത വിദ്വേഷത്തിനും എതിർപ്പിനും പാത്രീഭൂതമായ നമ്പൂതിരി ആടിത്വത്തിൻ്റെ ജന്മിത്വത്തിൻ്റെയും മനുഷ്യരിയിലെ കാണപ്പെട്ട പ്രതീകങ്ങളായിരുന്നു വരിക്കാശ്ശേരിക്കാർ. മുൻവരിച്ച രാഷ്ട്രീയ സാമൂഹിക പരിണാമങ്ങൾ അവരെ സാധാരണക്കാരിൽ സാധാരണക്കാരാക്കിയെങ്കിലും അതുവരെ ശീലിച്ച ജീവിത രീതി കാരണം അവർക്ക് സാധാരണക്കാരോട് ഇഴകിച്ചേരുവാൻ പ്രയാസമായിരുന്നു. വർഷങ്ങളായി, ശതാബ്ദങ്ങളായി, നൂറ്റാണ്ടുകളായി കേരള ചരിത്രത്തിൽ ഉടനീളം പ്രഭാവിതമായിരുന്ന നമ്പൂതിരി സ്വാധീനത്തിൻ്റെ അവസാന കണികകളാണവർ. എല്ലാം വിടുകയും ചെയ്തു. അമ്മത്തേക്കൊട്ടെന്നൊന്നുമില്ല. നിൽപ്പത് തന്നെ ചോദ്യം ചെയ്യപ്പെട്ട ഈ ഇടവേളക്കാലം വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. ബാല്യകാലത്തെ വേദാന്ത പഠനങ്ങളും ഉപനിഷത്തുകളും മറ്റുമായുള്ള സഹവാസവും എല്ലാം കൂടി ജീവിതത്തെ സംബന്ധിച്ച് ഒരു നല്ല അടിത്തറ ഇട്ടുകൊടുത്തിരിക്കാം. ഭാവിയിൽ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ച ഏത് കൊടുങ്കാറ്റിനെയും മലവെള്ളപ്പാച്ചിലിനെയും സമചിത്തതയോടെ നേരുപാടിനുള്ള കഴിവ് അവർ നേടിയിരുന്നത് തന്നെ വേണം കരുതാൻ. കൃഷി നശിച്ചതും കടം കയറിയതും മറ്റുമായ കാരണങ്ങളിന്മേൽ ഇന്ന് നടക്കുന്ന കാർഷിക ആത്മഹത്യകളുടെ കാലത്ത് അനുഭവിച്ചു പോകുന്ന സ്വത്തിൻ്റെ സിംഹാഗരി കൈവിട്ടുപോയിട്ടും എന്തും നേരിടുവാൻ ഇവർ കാണിച്ച ധൈര്യം അങ്ങനെ ലഭിച്ചതാവും. വരിക്കാശ്ശേരി ഇല്ലത്തിലെ ഞാൻ കണ്ട് സംസാരിച്ച നമ്പൂതിരിപ്പാടുമാർ എല്ലാവരും തന്നെ ജീവിതത്തെ ഇപ്പോഴും സ്നേഹിച്ചാണ് കാണുന്നത്. വളരെ സന്തോഷകരം. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും. മാറ്റങ്ങൾ പ്രകൃതി നിയമമാണ്. ജനാധിപത്യ സർക്കാരുകളുടെ ജനമൈത്രി പദ്ധതികളുടെ ഫലം കൊണ്ടും അനുസ്യൂത്വം തിരഞ്ഞെടുക്കുകൊണ്ടുള്ള കാലചക്രത്തിൻ്റെ ഗതിവിധികൾ കൊണ്ടും കേരളത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. അക്കാലത്ത് ജീവിച്ചിരുന്ന സ്വത്തുടമകളായിരുന്ന നമ്പൂതിരിമാരെ എല്ലാം തന്നെ വിധിയുടെ ഈ ദൗത്യം നിറവേറ്റുവാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. ഞങ്ങളുടെ കൊച്ചു ഗ്രാമമായ മനുഷ്യരിയിൽ ഈ മാറ്റത്തിൻ്റെ ദീപശിഖ കൈമാറുവാൻ വിധിക്കപ്പെട്ടവരായി ഞങ്ങൾ കണ്ടത് വരിക്കാശ്ശേരി നമ്പൂതിരിപ്പാടുമാരെയാണ്. ചരിത്രത്തിലെ ഈ സ്ഥാനം നമുക്കവർക്ക് അംഗീകരിച്ചു കൊടുക്കാം. കാരണം പിന്നീടുള്ള കാലം അവർക്ക് നഷ്ടങ്ങളുടേതായിരുന്നു. സ്വന്തമെന്ന് കരുതിയതൊക്കെ നഷ്ടപ്പെട്ട കാലം. കൈമാറിക്കിട്ടിയ ഭൂമിയോടൊപ്പം ബ്രാഹ്മണ്യത്തിൻ്റെ കുത്തുകയായിരുന്ന സംസ്കൃത വേദാന്ത ജ്ഞാനവും കൂടി ലഭിച്ചിരുന്നു എങ്കിലെന്ന് ഞാൻ ആശയിച്ചുപോയി. വരിക്കാശ്ശേരി മുത്തച്ഛൻ്റെ തലമുറയൊന്ന് നോക്കാം. നാരായണൻ നമ്പൂതിരിപ്പാട് അല്ലെങ്കിൽ കാവ് നമ്പൂതിരിപ്പാട്, കുടമാളൂർ തെക്കേടുത്ത് മന, പാർവതി അന്തർജനം, ഉമാദേവി അന്തർജനം ഒഴുക്കിൽ മനയിൽപ്പെട്ടത്. വല്യപ്പൻ്റെ കുടുംബം രവി വല്യപ്പൻ നമ്പൂതിരിപ്പാട്, വാഴപ്പിള്ളി മന, ഉമാദേവിയാണ് അന്തർജനം. മക്കൾ രവി നമ്പൂതിരിപ്പാട്, അതായത് അനുജൻ, മന അങ്കരാത്ത്, സാവിത്രി അന്തർജനമാണുള്ളത്. കിളിമംഗലം മന്ത്രേടം വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ മകളാണ് സാവിത്രി അന്തർജനം. ഇനി അച്ഛൻ്റെ തലമുറയെ പറ്റി പറയാം. അച്ഛൻ നാരായണൻ നമ്പൂതിരിപ്പാട് അല്ലെങ്കിൽ ഉണ്ണി നമ്പൂതിരിപ്പാട്. കൂറൂർ മന ഗൗരി അന്തർജനമാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. രവി, അതായത് കുഞ്ഞനുജൻ നമ്പൂതിരിപ്പാട് വിവാഹം കഴിച്ചിട്ടില്ല. ഉമാദേവി അന്തർജനം കൂറൂർ മന നാരായണൻ നമ്പൂതിരിപ്പാടിനെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. വൈക്കാശ്ശേരിയിലെ ഇന്നത്തെ തലമുറയെ പറ്റി പറയുകയാണെങ്കിൽ നാരായണൻ അല്ലെങ്കിൽ കുഞ്ചു നമ്പൂതിരിപ്പാട്, സത്യനാരായണൻ, രോഹിണി കൃഷ്ണൻ, സുരേഷ് കൃഷ്ണൻ, ആശ, അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട്, അവർക്ക് 4 മക്കൾ. ഉമാദേവി അന്തർജനം, അവർക്കും 3 മക്കൾ. കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, അവർക്കും 2-3 മക്കൾ. ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട്, ഇവർക്കും 4 മക്കൾ. ഇതോടുകൂടി വരിക്കാശ്ശേരി മന എന്ന ടോക്സൻസ് അവതരിപ്പിക്കുന്ന ഓഡിയോ ബുക്ക് ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. കേരള സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ, പൗരസ്ത്യ ബന്ധങ്ങളുമായിട്ടുള്ള പല കാര്യങ്ങളെപ്പറ്റിയുള്ള ഘടന ഗ്രന്ഥങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അടുത്തൊരു ഗ്രന്ഥവുമായി, ഓഡിയോ ബുക്കുമായി വരുന്നതുവരെ ശുഭരാത്രി, സുഖനിദ്ര.